ഈ ജോലി അന്വേഷിക്കുന്ന ആളുകൾ ഒന്ന് ആലോചിച്ച് നോക്കേ. ജോലി അന്വേഷിക്കുന്ന ആളുകൾ ഭയങ്കരമായിട്ട് ഓപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം. an optimist sees opportunities even in calamities എന്നാണ്. ആരാ ഓപ്റ്റിമിസ്റ്റ്? ശുഭപ്രതീക്ഷയുള്ള ആള്. ശുഭപ്രതീക്ഷയുള്ള ഒരാള് ദുരന്തങ്ങളിൽ പോലും അവസരങ്ങളെ കാണുന്നവനാണ് ഒരു ശുഭാപ്തി വിശ്വാസി. അതേസമയം ഒരു നിരാശാവാദി, ഒരു പെസിമിസ്റ്റ് will see calamities even in opportunities. അവസരങ്ങളിൽ പോലും ദുരന്തം കാണുന്നവരാണ് ആര്? ഒരു പെസിമിസ്റ്റ്, ഒരു നിരാശാവാദി. അപ്പോ ഈ ജോലി അന്വേഷിക്കുന്ന ആളുകളൊന്നും നൂറുകണക്കിന് CV-കൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക. അയാളൊരു ഫുൾ ടൈമറാണ്. എന്താണ് ജോലി? ജോലി അന്വേഷണം. അത് പാർട്ട് ടൈം അല്ല. എല്ലാം നല്ലോണം ഉറങ്ങി സുഹൃത്തുക്കളുടെ കൂടെ ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ റിലാക്സ് ചെയ്ത് എന്തെങ്കിലും ഒരു ജോലിയൊക്കെ കിട്ടും. ഞാൻ എവിടൊക്കെയോ അപ്ലോഡ് ചെയ്തിട്ടെന്ന് കരുതിയിരുന്ന ജോലി കിട്ടാൻ പോണില്ല. ഇവിടെ അത്രയും കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. നമുക്ക് UAE എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്, 5 വർഷത്തെയും 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്, മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ട് ഇവിടെ വന്നവരുണ്ട്, നാട്ടിൽ നിന്ന് പലതരം റിക്രൂട്ടിംഗ് ഏജൻസികളിലൂടെ വരുന്നവരുണ്ട്. ഇവരെ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കാൻ പറ്റും? ഞാൻ എങ്ങനെ സെലക്ട് ചെയ്യപ്പെടും? അപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ ആയുധങ്ങളും സർവായുധ വിഭൂഷിതനാവേണ്ടത് എന്തൊക്കെ ആയുധങ്ങൾ എന്നുള്ള സ്പെസിഫിക് ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. അതാണ് ഇപ്പോൾ നമ്മുടെ ആളുകൾക്ക് വേണ്ടത്. അല്ലാതെ ഇങ്ങനെയുള്ള കുറെ ബൂസ്റ്റിംഗ് എല്ലാവർക്കും ആവശ്യം, എനിക്കറിയാം. പക്ഷെ എങ്കിലും അവരെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മള് നമുക്ക് എന്തിന്റെ കുറവാണ്? ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ നിരാശനാവരുത്. നിരാശരായ നിങ്ങൾ പോയി. നിങ്ങൾ പെസിമിസ്റ്റ് ആവരുത്, നിങ്ങൾ ഓപ്റ്റിമിസ്റ്റിക് ആവണം. അതിന് മൈൻഡ് സെറ്റാണ്. എന്താണ് നമ്മൾ പറയുക? ആറ്റിറ്റ്യൂഡ് ഡിറ്റർമൈൻസ് ദ ആൾട്ടിറ്റ്യൂഡ് എന്നാണ്. ആറ്റിറ്റ്യൂഡ് ഡിറ്റർമൈൻസ് ദ ആൾട്ടിറ്റ്യൂഡ്. അപ്പൊ ആറ്റിറ്റ്യൂഡാണ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം. ഏത് തരത്തിലുള്ള തിരിച്ചടികൾ വന്നാലും റെസിലിയൻസ്, ബൗൺസ് ബാക്ക്, തിരിച്ചു വരിക. ഓരോ തിരിച്ചടിയും ഓരോ അവസരമാണ്. വിജയത്തിലേക്കുള്ള വിത്ത് അതിനകത്തുണ്ട്. അതിനെ വിരിയിച്ച്, അതിനെ വലുതാക്കി, അതിനെ നർച്ചർ ചെയ്ത്, അതിനെല്ലാം കൊടുത്ത് അതിനൊരു വടവൃക്ഷമാക്കി മാറ്റുക എന്നുള്ളതാണ്. ഒരു ഇന്റർവ്യൂവിന് പോയി, അല്ലെങ്കിൽ ഒരു 300 CV അപ്ലോഡ് ചെയ്ത് വിളിക്കുന്നില്ല. നമ്മളെ പണി കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതോ, നിങ്ങൾ ഒരു ഫുൾ ടൈമറാണ്, നിങ്ങൾ എമർജൻസി സ്റ്റാഫാണ്. നിങ്ങളുടെ പണി എന്താ? ജോലി അന്വേഷണമാണ്. ജോലി അന്വേഷണത്തിന് എന്തെല്ലാം വഴികളുണ്ട്? 1000 വഴികളുണ്ട്. അതെല്ലാം പെർസ്യൂ ചെയ്യുക എന്നുള്ളതാണ്. വെറുതെ ഇരിക്കരുത്. അപ്പൊ ഈ ഇന്റർവ്യൂവിന് പങ്കെടുക്കുന്ന ആളുകൾ എന്തൊക്കെയാണ് അവരുടെ പ്രശ്നം? നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഏരിയ എന്തൊക്കെയായിരുന്നു ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു വന്നത് 7 പേരെ ഇന്റർവ്യൂ ചെയ്ത് ആ 7 പേര് ഓക്കെ ആണെങ്കിൽ, അവർ ആ ഇന്റർവ്യൂവിൽ ഹൈ പെർഫോമൻസ് ആണെങ്കിൽ, സാറ്റിസ്ഫാക്ടറി പെർഫോമൻസ് ആണെങ്കിൽ, അറ്റ്ലീസ്റ്റ് അവരെ നമ്മൾ ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സിലേക്ക് അയക്കും. ചിലപ്പോൾ സെയിം ഡേ അല്ലെങ്കിൽ വേറൊരു ദിവസം അതിന് സമയം കൊടുക്കും. ഈ 7 പേരിൽ നിന്ന് 2 പേരെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. ബാക്കി 5 പേരും ഔട്ടാണ്. എന്താ സംഭവിച്ചത്? ഈ 5 പേരും, ഇതിൽ 2 പേര് സെലക്ട് ചെയ്യപ്പെട്ട 2 പേര് അത്ര എക്സലന്റ് ആളുകളൊന്നുമല്ല. കമ്പാരിറ്റീവ്ലി ദേ ആർ ബെറ്റർ, റിലേറ്റീവ്ലി ദേ ആർ ബെറ്റർ. കാരണം അവർ പ്രിപ്പയർ ചെയ്ത് അപ് ടു സർട്ടൻ എക്സ്റ്റെന്റ് എന്ന് ഞാൻ പറയുള്ളൂ. മികച്ച പ്രിപ്പറേഷൻ ഒന്നുമല്ല, ടു സർട്ടൻ എക്സ്റ്റെന്റ് അവർ പ്രിപ്പയർ ചെയ്തിരുന്നു. അതുകൊണ്ട് ചോദിച്ച ചോദ്യങ്ങൾക്ക് മോർ ഓർ ലെസ് അവർക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞു, മറ്റുള്ളവരെ അപേക്ഷിച്ച്. എന്നാൽ 5 പേരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ടീച്ചറോട് ചോദിക്കുകയാണ്. ആ ടീച്ചർ CV-യിലുണ്ട് 2 മാസം ഇവിടെ പ്രമുഖമായ ഒരു സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, 2 മാസ വേക്കൻസിക്ക്. അപ്പൊ ആ ടീച്ചറോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആ വർക്ക് ചെയ്ത സ്കൂളിന്റെ പേര് പറഞ്ഞിട്ടുള്ള അവിടെ എത്ര കുട്ടികളുണ്ട്? ടീച്ചർ പറയാൻ അറിയില്ല. എന്നാലും ഒരു അപ്രോക്സിമേറ്റ് നോ ഐഡിയ. എന്റെ ക്ലാസ്സിൽ 30 കുട്ടികളുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഈ ടീച്ചറിന്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് എത്ര നേരം എന്ന് ആലോചിച്ചു. 2 മാസം ഒരു സ്കൂളിൽ ജോലി ചെയ്തിട്ട് അവിടെ എത്ര കുട്ടികളുണ്ട് എന്ന ആ ഒരു എന്നുവെച്ചാൽ എന്താ പറയാ, ഒരു സ്ഥലകാല ബോധം പോലും ആ ടീച്ചർക്ക് ഇല്ല. അവരുടെ ഒരു ലോകം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, ആ ഒരു പൊട്ടക്കിണറ്റിലെ തവള എന്ന് പറയില്ലേ, അതാണ്. ആ ഫ്രോഗ് ഇൻ ദ വെല്ലാണ് അവര്. അവിടെ ആ ഇന്റർവ്യൂ ബോർഡ് അവരെ വിലയിരുത്തുകയാണ്. ഇവര് എന്തോ അവിടെ ഒന്നും ഇല്ലാത്ത ഒരാളാണ്, അതുകൊണ്ട് തന്നെ ആ താല്പര്യം അവിടെ നഷ്ടപ്പെടുകയാണ്. ആലോചിച്ചോക്കെ. അപ്പൊ എന്താണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്നും ആലോചിച്ചോക്കെ. നമ്മൾ ചോദിക്കുന്ന ഒന്ന് പ്രൊഫഷണൽ നോളജാണ്. അവർ ഇതിൽ പറയാനുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രൊഫഷണൽ നോളജ് എന്ന് പറയുന്നത് ഇതെല്ലാറ്റിനും ബാധകമാണ്. അത് ടീച്ചർമാർക്ക് മാത്രമല്ല. ഒരു എഞ്ചിനീയർ ആണെങ്കിലും, ഒരു അക്കൗണ്ടന്റ് ആണെങ്കിലും, ഏത് കരിയർ ഫീൽഡിലാണെങ്കിലും, ഏത് എംപ്ലോയ്മെന്റിനാണെങ്കിലും ഒന്നാമത് വേണ്ടത് പ്രൊഫഷണൽ നോളജ്. നിങ്ങൾക്ക് ഡിഗ്രി ഒക്കെ ഉണ്ടാവും,
നിങ്ങൾക്ക് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ എല്ലാം ഉണ്ടാവും. പക്ഷേ നാട്ടിൽ നമ്മൾ പഠിക്കുന്നത് ട്രഡീഷണൽ രീതിയിലുള്ള എഡ്യൂക്കേഷനാണ്, സ്റ്റാറ്റ്യൂട്ടറിയാണ്. സർക്കാർ കാര്യം മുറ പോലെ എന്ന് പറഞ്ഞ പോലെയാണ് പഠിക്കുന്നത്. പക്ഷെ അതും കൊണ്ട് ഇവിടെ വന്നാൽ ഇവിടെ ജോലി ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ക്വാളിഫൈഡ് ആണ്, പക്ഷെ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ പഠിക്കണം എന്നുള്ള അവസ്ഥയാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പം 12ഉം 3ഉം 15 17 മിനിമം 17 കൊല്ലം പള്ളിക്കൂടത്തിൽ പോയിട്ടാണ് വരുന്നത്. പക്ഷെ ആ പഠിപ്പ് പോരാ, ഇവിടെ വേറെ പഠിപ്പ് വേണമെന്നാ പറയുന്നത്. അപ്പോൾ അങ്ങനെ നാട്ടിൽ നിന്ന് നമ്മൾ ഇവിടെ നമുക്ക് പിന്നെ ഇന്റേൺഷിപ്പ് എന്നൊക്കെ പറഞ്ഞ നാട്ടിൽ ചിലപ്പോൾ 1-2 വർഷമൊക്കെ കയറും. എന്നാൽ പോലും അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒന്നാണ് ഇവിടെ. ടീച്ചർമാരാണെങ്കിൽ 5-8 വർഷം ജോലി ചെയ്തിട്ട് വന്ന ആളുകളാണ് ഈ ഗ്രൂപ്പിൽ പലരും. അവരോടാണ് പ്രൊഫഷണൽ നോളേജ്, എന്താ പ്രൊഫഷണൽ നോളേജ് ചോദിക്കുന്നത്? 21st സെഞ്ച്വറി സ്കൂളിങ്ങിന്റെ ആസ്പെക്ട്സ് എന്തൊക്കെയാണ്? അപ്പോൾ കുറെ കാര്യങ്ങളുണ്ട്. ഈ കോഗ്നിറ്റീവിസം, തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, ഇൻക്ലൂസീവിസം, അതുപോലെ തന്നെ പിന്നെ 21st സെഞ്ച്വറി സ്കിൽസ് എന്താണ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പ്രൊഫഷണൽ നോളജാണ്. അപ്പോൾ അവരാദ്യം ശരിക്കും ഇവിടെ ഗൾഫിൽ ടീച്ചർ ജോലി അന്വേഷിക്കുന്ന ഒരാൾ ആദ്യം ചെയ്യേണ്ടത് അടക്കിന്റെ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ ഇൻസ്പെക്ഷൻ ഫ്രെയിംവർക്ക് എന്നൊരു സാധനമുണ്ട്. ഇൻസ്പെക്ഷൻ ഫ്രെയിംവർക്ക് എല്ലാ സ്കൂളുകളും ഇൻസ്പെക്ഷൻ വിധേയമാവുകയാണ്. ഇവിടെ അബുദാബിയിലാണെങ്കിൽ എവറി 2 years once ആണ്. അപ്പോൾ എല്ലാ സ്കൂളുകളെ സംബന്ധിച്ചും ഏറ്റവും വലിയ കടമ്പ ഈ ഇൻസ്പെക്ഷനിൽ ഒരു ഗുഡ് ഗ്രേഡെങ്കിലും കിട്ടുക എന്നുള്ളതാണ്. ഗുഡ് ഗ്രേഡ് കിട്ടിയവർക്ക് അടുത്ത വർഷം വെരി ഗുഡ് കിട്ടും. അപ്പോൾ ഈ ഇൻസ്പെക്ഷൻ ഫ്രെയിംവർക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളൊന്ന് പഠിക്കുകയാണെങ്കിൽ, നമ്മൾ എത്രയോ കൊല്ലം പഠിച്ചല്ലേ, 17ഉം പിന്നെ 19ഉം 20 കൊല്ലം പഠിച്ച പള്ളിക്കൂടത്തിൽ പോയ ആളുകളാണ്. ഇനിയും പഠിക്കണം. പഠിത്തം എന്നൊരു ലൈഫ് ലോങ് ആണ്. അവസാനത്തെ ശ്വാസം വരെയും ലൈഫ് ലോങ് ലേണേഴ്സ് ആയിട്ട് നമ്മൾ മാറണം. അത് നിൽക്കാൻ പോകണില്ല, നിർത്തരുത്. നമ്മളെപ്പോഴും വളരെ ഡൈനാമിക് ആയിരിക്കണം, ഇന്റലക്ച്വലി ഷാർപ്പൻ ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ ബ്രെയിനെ. അപ്പോൾ ഈ ഇൻസ്പെക്ഷൻ ഫ്രെയിംവർക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ഗൂഗിളിലുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് 6 പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് ഉള്ളത്. ഈ സ്റ്റാൻഡേർഡ്സ് വായിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു വേഗ് ഐഡിയ എങ്കിലും നമ്മൾ ഒരു ബ്രീഫ്. കാരണം ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരം ഉണ്ടാവില്ലല്ലോ. ഒരു 20 മിനിറ്റ് ആണ് സ്റ്റാൻഡേർഡ് ടൈം. ഈ മാക്സിമം ചിലപ്പോൾ 1/2 hour പോയേക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു സംഗതികളൊക്കെ അപ്ഡേറ്റഡ് ആണ്. ഈ ഏരിയകളൊക്കെ നല്ല ഒരു അത്യാവശ്യം നോളജ് ഉണ്ട് എന്ന് വന്നാൽ തന്നെ നമ്മൾ എന്താവും, പിന്നെ ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സിലേക്ക് അയക്കാനുള്ള ക്വാളിഫിക്കേഷൻ ആവും. അപ്പോൾ ഒന്നെന്താണ് പ്രൊഫഷണൽ. ഈ പ്രൊഫഷണലിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടീച്ചർമാർ മാത്രമല്ല, ഏത് ഫീൽഡിലാണോ ആ ഫീൽഡിൽ പ്രൊഫഷണൽ നോളജ് എന്താണ് എന്നുള്ളത് ഇന്ന് നമുക്ക് ചാറ്റ് ബോർഡ്സ് ഉണ്ട്, ചാറ്റ് GPT ഉണ്ട്, വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ. പെർപ്ലക്സിറ്റി AI ഉണ്ട്, ഡീപ് സീക്ക് ഉണ്ട്, ഗ്രോക്ക് 3 ഉണ്ട്. ഇങ്ങനെ വളരെ ഫ്രീ ആയിട്ട് ഉള്ള ചാറ്റ് ബോർഡ്സിൽ പോയി കഴിഞ്ഞാൽ, അതൊന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് ഇപ്പോൾ ഒരു ടീച്ചർ ആവാൻ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ പ്രൊഫഷണൽ നോളജ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് കൊടുത്താൽ അവർ തരും. ആ തരുന്നത് നമ്മൾ മനസ്സിലാക്കി, നമ്മളിപ്പം ഭാര്യയാണെങ്കിൽ ഭർത്താവിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുക, ഭർത്താവാണെങ്കിൽ ഭാര്യ അടുത്ത് ഷെയർ ചെയ്യുക, ഇനി ഇതൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുക, നാടകീയമായിട്ട് വളരെ ഡ്രമാറ്റിക് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ അപ്പ് ദ ടിപ്പ് ഓഫ് ദ ടങ്കിൽ ഇതിങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ട് വരണം. കാരണം ഇന്റർവ്യൂവിന് പോകുന്ന ആൾ ഭയങ്കര സ്ട്രെസ്, സ്റ്റേജ് ഫ്രൈറ്റ്, മനസ്സിലായോ, മെന്റൽ ബ്ലോക്ക്, അതാണ്. ഇങ്ങനെ പാൾപിറ്റേഷൻ ഹൈ ഉള്ള എല്ലാ കോൺഫിഡൻസും ഡിസ്റ്റോർട്ട് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് പലരും ഇന്റർവ്യൂവിന് വരിക. അപ്പൊ അത് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം പ്രാക്ടീസ് ചെയ്യണം. കണ്ണാടിയുടെ മുന്നിൽ നോക്കിയിട്ടും ഇപ്പൊ നിങ്ങളെ പോലുള്ള ഓർഗനൈസേഷൻ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ഈ ഇത്രയും വലിയൊരു കൂട്ടായ്മയാണ്, 28,000 ഫോളോവേഴ്സ് ഉണ്ട്, 6,000 മെമ്പേഴ്സ് ഉണ്ട്. ഇതിനെ ഒരു ഓർഗനൈസേഷൻ ആക്കിയിട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റണം. ഞാൻ പറഞ്ഞു വരുന്നത് ഈ പ്രൊഫഷണൽ നോളജ് നേടാനുള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ ചാറ്റ് ബോർഡ്സ് പെർസ്യൂ ചെയ്യുക എന്നുള്ളതാണ് ഒരു വഴി. സബ്ജക്ട് നോളജ്, അത് ടീച്ചർമാരിപ്പം നമ്മളിപ്പോൾ സെക്കൻഡറിയിലേക്കാണ് വേക്കൻസി എങ്കിൽ ടീച്ചർമാർ എന്ത് ചെയ്യണം, ആ ഗ്രേഡ് 8, 9, 10 പോലെയുള്ള ക്ലാസ്സുകളിലേക്ക് ഉള്ള ആ സബ്ജക്ട്, ഇപ്പോൾ കെമിസ്ട്രി ടീച്ചർ ആണെങ്കിൽ ആ കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്ക് CBSE ആണോ കേരള ബോർഡാണോ ഏതാണ് കരിക്കുലം മെൻഷൻ, അതിനനുസരിച്ച് അവരതൊന്ന് റിഫ്രഷ് ചെയ്യണം. അവർ ഡിഗ്രി ഒക്കെ എടുത്തവരാണ്, പോസ്റ്റ് ഗ്രാജുവേഷനും BEd ഒക്കെ കഴിഞ്ഞവരാണ്. പക്ഷേ ഇന്റർവ്യൂ ചോദിക്കുന്ന സമയത്ത് അവർക്കത് ടിപ്പ് ഓഫ് ടങ്ങിൽ വന്നോളുന്നില്ല. കാരണം ഈ സ്ട്രെസ് കാരണം അവരുടെ പ്രൊഫഷൻസി അവിടെ എന്ത് ചെയ്യും, വീക്കായി പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് ഒരു ഡ്രമാറ്റിക് ആയിട്ട് അതൊക്കെ ഒന്ന് റിഹേഴ്സൽ നടത്തി വരികയാണെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ പിന്നെ നമ്മളെ മൊബൈലിലുള്ള ക്യാമറ അല്ലേ, ആ ക്യാമറ വീഡിയോ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് അതിൽ നമ്മൾ ഇന്റർവ്യൂ
സ്വയം നടത്തുക, അതല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിനെ കൂടെ നടത്തിക്കുക. അത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കൂളായിരിക്കും. നമ്മളൊരു ഇന്റർവ്യൂവിന് വരുമ്പോൾ പിന്നെ ടെൻഷൻ ഭയങ്കരമായിട്ട് കുറയാൻ പറ്റും. അതൊക്കെയാണല്ലോ വഴി. അപ്പൊ സബ്ജക്ട് നോളജ് റിഫ്രഷ് ചെയ്യണം. ഇത് ടീച്ചേഴ്സിന് മാത്രമല്ല കേട്ടോ. ഇപ്പൊ ഒരു ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയർ ആണ്, ഇന്റർവ്യൂവിന് പോകണം, എന്ത് വേണം? ആ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗിന്റെ A to Z കാര്യങ്ങളിൽ പ്രൊഫഷൻസി വേണ്ടേ? അപ്പൊ അവർ എവിടുന്നൊക്കെ ചോദിക്കാൻ സാധ്യത, ആ കമ്പനി, നമ്മൾ ആ കമ്പനിയെ റിസർച്ച് ചെയ്യണം. ഇതെന്ത് കമ്പനിയാണ്, ഈ കമ്പനി ഏതെല്ലാം കാര്യങ്ങൾ പ്രൊജക്റ്റുകളാണ് നടത്തുന്നത്, ഒരു എഞ്ചിനീയറിംഗ് കമ്പനി ആണെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ. അപ്പൊ അതിനെക്കുറിച്ചുള്ള ആ ബ്രൗസ് ചെയ്ത് കമ്പനിയെ കുറിച്ചുള്ള പഠനം, റിസർച്ച് നടണം. ആ റിസർച്ചിൽ നിന്ന് മനസ്സിലാവും. കാരണം ഒരു കമ്പനിയുടെ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പോർട്ടൽസ് ഉണ്ടാവും, ഒരുപാട് വിൻഡോസ് ഉണ്ടാവും പല ഹെഡിങ്ങിൽ. അതിൽ കരിയർ ഓപ്പർച്യൂണിറ്റി വരെ ഉണ്ടാവും, അവരുടെ എല്ലാ പ്രൊഫൈല്, അവരുടെ പിന്നെ അച്ചീവ്മെന്റ്സ്, അങ്ങനെ പല. അപ്പൊ ഇതെല്ലാം ഒന്നൊരു വീക്ഷണം നമ്മൾ നടത്തിയിട്ട് വേണം പോകാൻ. ഇപ്പൊ അന്ന് ആ ടീച്ചർ ഓട് നമ്മൾ പിന്നെ എത്ര കുട്ടികളുണ്ടെന്ന് ചോദിച്ചപ്പോൾ അതുപോലെ അവർക്ക് പറയാൻ കഴിയാത്ത വിധം നേരോ ആയിപ്പോയവർ. അത് നമ്മൾ വരുന്നതെന്നാണ് ഫുള്ളി എക്വിപ്ഡ് ആയിട്ടാണ്. ഈ സ്ഥാപനത്തെ കുറിച്ച് തന്നെ റിസർച്ച് നടത്തിയിട്ടാണ് വരുന്നത് പറയുമ്പോൾ തന്നെ ഇയാൾ ഓക്കെ ആണല്ലോ എന്നുള്ള. മാത്രമല്ല ഈ ജോലിക്ക് വരുന്ന അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് വരുന്ന ആ ആളുകളിൽ കമ്പാരിറ്റീവ്ലി ആരാണ് ബെറ്റർ അവരെയാണല്ലോ നമ്മൾ അപ്പോയിന്റ് ചെയ്യുക. അപ്പൊ ആ കമ്പാരിറ്റീവ്ലി ബെറ്റർ ഞാനാവണം എന്ന നിലക്ക് വേണം. ഇപ്പോൾ മൈക്ക് ഫെൽപ്സ് എന്ന് പറയുന്ന ഒരു ലോകോത്തര അത്ലറ്റ്, സ്വിമ്മിങ്ങിലാണല്ലോ ലോകത്തെ ഏറ്റവും കൂടുതൽ പിന്നെ ഒളിമ്പിക് മെഡൽ, ഗോൾഡ് മെഡൽ വാങ്ങിയ ആളാണ്. 26 ഗോൾഡ് മെഡൽ വാങ്ങിയിട്ടുള്ളത് ആര്? മൈക്ക് ഫെൽപ്സ്. ഈ മൈക്ക് ഫെൽപ്സ് വളരെ യങ് ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു പൊട്ടൻഷ്യൽ കാലിബർ അദ്ദേഹം ഐഡന്റിഫൈ ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഏറ്റവും പ്രധാനപ്പെട്ട ടാലന്റ് നീന്തൽ തന്നെയാണ്. അങ്ങനെ പിന്നെ അദ്ദേഹം കോച്ചിങ് സ്കൂളിന്റെ ഒപ്പം ചില സ്കൂൾ കോംപ്രമൈസ് ചെയ്യും, ഈ കോച്ചിങ്ങിൽ കൂടുതൽ പ്രോമിനൻസ്, അതാണ് അവരുടെ ഒരു രീതി. അങ്ങനെ വന്നിട്ട് അവസാനം അദ്ദേഹം പറയുന്നത്, ഈ അച്ചീവ്മെന്റ് പിന്നിൽ ഒരു രഹസ്യം, അദ്ദേഹത്തിന്റെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ എല്ലാവരും ഞായറാഴ്ച ലീവ് എടുക്കുന്നവരാണ്. റിഗ്രസ് കോച്ചിങ്ങും ട്രെയിനിങ്ങും എല്ലാവരും ചെയ്യുന്നുണ്ട്, പക്ഷെ എല്ലാവരും സൺഡേ ഓഫാണ്. ഇതാണ് മറ്റുള്ളവരുടെ ദൗർബല്യമായിട്ട് മൈക്ക് ഫെൽപ്സ് വിലയിരുന്നത്. അപ്പൊ അദ്ദേഹം ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കാണാണ്. ഞാൻ ഓപ്റ്റിമിസ്റ്റ് സീസ് ഓപ്പർച്യൂണിറ്റീസ് ഈവൻ കലാമിറ്റീസ്. അങ്ങനെ മൂപ്പർ എന്ത് ചെയ്തു, ഓക്കെ എന്നാ പിന്നെ സൺഡേ ഞാൻ ലീവ് എടുക്കില്ല. അപ്പൊ ഒരു കൊല്ലം എത്ര സൺഡേസ് ഉണ്ടാവും അത്രയും എക്സ്ട്രാ അദ്ദേഹം കോച്ചിങ്ങിന് പോവാണ്. ഏതാനും വർഷങ്ങൾ അത്രയും വിൽ പവറും ഡിറ്റർമിനേഷനും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ എന്തായി, അദ്ദേഹം ഇത്രയും വലിയ അച്ചീവ്മെന്റ് നേടി. അപ്പൊ നമ്മൾ ഈ കോമ്പറ്റീറ്റേഴ്സിന്റെ ദൗർബല്യം എന്താണെന്ന് നമുക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ കഴിയണം. എന്താ ദൗർബല്യം? ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന പോലെ അവർ പ്രിപ്പയർ ചെയ്യില്ല, ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് പോലെ അവർ പ്രിപ്പയർ ചെയ്യില്ല. ഞാനിവിടെ കരിയർ വെബിനാറിലൊക്കെ പങ്കെടുത്തിട്ട് നല്ല അവഗാഹം നേടിയ ആളാണ് ഞാൻ. മോട്ടിവേറ്റഡ് ആണ്, ഇൻസ്പയർഡ് ആണ്. എനിക്ക് ഒന്നും പേടിക്കാനില്ല. കാരണം ഇഫ് നോട്ട് എ ഡയറിങ് അഡ്വഞ്ചർ ലൈഫ് ഇസ് നത്തിങ് ആണ്. ഇതാണ് എൻ്റെ ഉള്ളിലുള്ള ഒരു ഏർജ് എന്ന് പറയുന്നത്. എൻ്റെ ഒരു ഇന്നേറ്റ് ഡ്രൈവ് ഇപ്പം അതാണ്. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. എപ്പോൾ കിട്ടിയ ജോലി എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തായാലും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ സബ്ജക്ട് നോളജ്, പിന്നെ എംപ്ലോയബിലിറ്റി സ്കിൽസ് ആൻഡ് ടെക്നിക്കൽ സ്കിൽസ്, അത് നമ്മളെപ്പോഴും പഠിച്ച ഒരു കാര്യമായിരിക്കുമല്ലോ. ഒരു വൊക്കേഷണൽ ആയിട്ടുള്ള ഒരു കോഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു ടീച്ചറാണെങ്കിൽ B.Ed ഉണ്ടാവും, B.Ed മസ്റ്റാണ്. അതുപോലെ ടെക്നിക്കൽ സ്കിൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു BArch ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI, ഓട്ടോമേഷൻ ഒക്കെ ഉള്ള ഒരു കാലഘട്ടമാണല്ലോ. അപ്പോൾ അതിൽ ഉള്ള കോഴ്സുകൾ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള ഇവിടെ UAE മാർക്കറ്റിൽ ആവശ്യമുള്ളത് എന്താണെന്ന് മനസ്സിലാക്കിയത്. എന്നുവെച്ചാൽ ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളോട് നമ്മൾ കൺസൾട്ട് ചെയ്യണം, അതൊക്കെ കണ്ടെത്തണം. അതാണ് നമ്മുടെ ജോലി ഹണ്ടിങ്ങിന്റെ ജോലി എന്ന് പറയുന്നത്. ജോബ് ഹണ്ടിങ്ങിന്റെ ജോലി എന്താ? ഇവിടെ ഒരു കമ്പനിയിൽ വേക്കൻസി ഉണ്ട്, നമ്മൾ അറിയാവുന്ന ഒരുപാട് വഴികളുണ്ട്, ആ വഴികളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെ അറിഞ്ഞതിന് ശേഷം ഒരു പ്രത്യേക കമ്പനി സ്പോട്ട് ചെയ്തു, ആ കമ്പനിയെ കുറിച്ച് നമ്മൾ ബ്രൗസ് ചെയ്തു, നമ്മൾ അതിനെക്കുറിച്ച് ഗവേഷണം നടത്തി, ഇന്നൊക്കെയാണ് എന്തിനാ വേക്കൻസി, ഇന്ന പോസ്റ്റാണ്. അപ്പോൾ ആ പോസ്റ്റിന് എന്തൊക്കെ ടെക്നിക്കൽ സ്കില്ലാണ് വേണ്ടത് എന്നുള്ളത് ആ കമ്പനിയിൽ തന്നെ ഒരാളെ കണ്ടെത്തിയിട്ട് അന്വേഷിക്കാൻ പറ്റും നോക്കണം. ചിലപ്പോൾ നമ്മൾ ശ്രമിച്ചാൽ അവിടെ എത്തിപ്പെടാൻ പറ്റും. മനസ്സിലായോ? ഞാൻ വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ അഡ്നോക്കിലൊക്കെ ഒരാളെ ജോലിക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 5 കൊല്ലത്തെ എക്സ്പീരിയൻസ് വേണം. മിക്കവാറും അവർ ഔട്ട്സോഴ്സ് ചെയ്യാണ് ഇപ്പോൾ, അല്ലേ? 5 വർഷത്തെ എക്സ്പീരിയൻസ് മിനിമം ഉണ്ടായാലും അവർ നേരിട്ട് റിക്രൂട്ട് ചെയ്യും. അങ്ങനെയൊക്കെയാണ്. അപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ വന്നു ജോലി അന്വേഷിച്ചിരുന്നു നാട്ടിൽ നിന്ന്. അദ്ദേഹം ഇവിടെ ഗൾഫിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഒരു കൃത്യമായ ഒരു പ്രൊഫഷൻ ഇല്ല. അത് ഒരു വലിയൊരു ദൗർബല്യമാണ്. അങ്ങനെ മൂപ്പര് വന്നു, ഒരുപാട് പ്രായം, ഒരു 50 years പ്ലസ് ആയിരിക്കും. സംഭവം അദ്ദേഹത്തിന് ജോലി കിട്ടിയേ പറ്റും. അപ്പൊ അദ്ദേഹത്തിന് അഡ്നോക്ക് പോലുള്ള സ്ഥാപനം കിട്ടുമോ എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്.
അങ്ങനെ മൂപ്പര് അഡ്നോക്കിന്റെ അബുദാബിയിലുള്ള ഹെഡ് ക്വാർട്ടേഴ്സിൽ പോവാണ്. അവിടെ അതിന്റെ ഓഫീസിലേക്ക് കയറി, HR ഓഫീസിൽ കയറി. HR ഓഫീസർക്കിൽ കയറി അവരൊന്നും തീരെ ഈ CV എന്റർടൈൻ ചെയ്യണില്ല, മനസ്സിലായോ? അങ്ങനെ അദ്ദേഹം അവിടെ റിസപ്ഷനിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു അറബി വന്നപ്പോൾ വളരെ പൊളൈറ്റായിട്ട് അറബിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ കുറച്ച് സംസാരിച്ചപ്പോൾ അയാൾ ഇമ്പ്രസ്ഡ് ആയി. അയാൾ കം എന്നിട്ട് വിളിച്ചുകൊണ്ടുപോയിട്ട് അയാൾ ആ CV ഒക്കെ നോക്കി കുറെ സംസാരിക്കുകയൊക്കെ ചെയ്ത് ലെറ്റ് മീ ചെക്ക് എന്നും പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കോൾ വരുന്നത്. ഒരു സ്റ്റോർ ഹൗസിൽ പിന്നെ വാച്ച്മാൻ അല്ല, എന്താ പറയുക, സ്റ്റോർ കീപ്പറായിട്ട് ഒരു വേക്കൻസി ഉണ്ട്, ആർ യു ഇൻട്രസ്റ്റഡ് എന്ന് വെച്ചിട്ട് ഇത്തരത്തിന് സാലറി എന്നൊക്കെ കൊണ്ടുപോകും. ഓക്കെ, അപ്പൊ അഡ്നോക്കിലേക്ക് ഇടിച്ച് കയറുകയാണ്. അവിടെ HR എന്റർടൈൻ ചെയ്യാത്ത ആള് പിന്നെ അവിടുത്തെ വേറെ നാഷണൽ എംപ്ലോയീസിനെ പെർസ്യൂ ചെയ്തുകൊണ്ട് ഇങ്ങനെ ആയിരിക്കണം. ഇതാണ് പാഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ അഡ്വഞ്ചർ എന്ന് പറയുന്നത്. ഇഫ് നോട്ട് എ ഡയറിങ് അഡ്വഞ്ചർ ലൈഫ് ഈസ് നത്തിങ്. അത്തരം ആളുകൾക്കാണ്. അപ്പോൾ ഒരിക്കൽ നമ്മൾ ഇന്റർവ്യൂവിന് പോയി. ഇപ്പൊ സ്കൂളിലെ കാര്യം നോക്ക്, 7 പേരിൽ 2 പേര് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു, ബാക്കി 5 പേർക്ക് കിട്ടിയിട്ടില്ല. അതോടുകൂടി കട്ടയം പടയം മുടക്കലല്ല. ആ 5 പേര് അന്വേഷിക്കുക, എന്തുകൊണ്ടാണ് എനിക്ക് കിട്ടാതെ പോയത്? ആരെങ്കിലും അന്വേഷിച്ചോ? ആ 5 പേരിൽ ഒരു കുട്ടി അന്വേഷിച്ചില്ല. ഇന്നേ വരെ ഇന്റർവ്യൂവിന് വന്ന ഒരാളും അത് അന്വേഷിച്ചിട്ടില്ല, എന്തുകൊണ്ടാണ് എനിക്ക് കിട്ടാതെ പോയത്. അവിടെയാണ് നമ്മുടെ വിത്ത്, നമ്മുടെ സീഡ്സ് ഓഫ് സക്സസ് ഇൻഹെറന്റ് അവിടെയാണ്. അപ്പൊ എംപ്ലോയബിലിറ്റി സ്കിൽ എന്ന് പറഞ്ഞാല് നമ്മള് പിന്നെ ഒരു സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ യഥാർത്ഥത്തില്? പ്രൊഫഷണൽ എക്സ്പെർട്ടൈസ് ടു ഡു എ ടാസ്ക്. ഒരു പ്രവൃത്തി ചെയ്യാനുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള മികവ്, അതാണ് പ്രൊഫഷണലായ മികവാണ്. വളരെ വൃത്തിയായി ഇന്റർനാഷണൽ ബെസ്റ്റ് പ്രാക്ടീസ് അല്ലെങ്കിൽ നാഷണൽ റീജിയണൽ ബെസ്റ്റ് പ്രാക്ടീസിലായിരിക്കും അത് ചെയ്യുക. അല്ലാതെ ഒരു ഹഫസഡാസ് ആയിട്ടുള്ള രീതിയിലല്ല, ഒരു അമേച്വർ ആയിട്ടുള്ള രീതിയിലല്ല, ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യുക. വളരെ അതിൻ്റെതായ ആ ഒരു സീക്വൻസിൽ ചെയ്യും. അതിൻ്റെ പിന്നെ ഫസ്റ്റ് തിങ് ഫസ്റ്റ് ആയിട്ട് ചെയ്യും, ലാസ്റ്റ് തിങ് ലാസ്റ്റ് ആയിട്ട് സ്റ്റെപ്പ് ബൈ പ്രൊസീജിയർ ഫോളോ ചെയ്യും. അതൊക്കെ ആ ഒരു വൃത്തിയിൽ അങ്ങനെ ചെയ്യുന്നതാണ് പ്രൊഫഷൻസി എന്ന് പറയുന്നത്. അപ്പോൾ എംപ്ലോയബിലിറ്റി സ്കില്ല് എന്ന് പറയുന്നത് ഒരു പക്ഷേ എന്തായിരിക്കാം, ചിലപ്പോൾ പ്ലാൻ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ എക്സിക്യൂഷൻ ആയിരിക്കാം, അതല്ലെങ്കിൽ കറസ്പോണ്ടൻസ് നടന്നതായിരിക്കാം, അതിൽ ഒരു ക്ലയന്റിനെ എന്റർടൈൻ ചെയ്യുന്നതായിരിക്കാം. ഇങ്ങനെ പല രീതിയിലും എംപ്ലോയബിലിറ്റി സ്കില്ല് ഒരു കരിയർ ഇതിൽ സിനാറിയോയിൽ എന്തൊക്കെ തരത്തിലുള്ള സ്കില്ലുകൾ ആവശ്യമുണ്ടോ അതൊക്കെ എംപ്ലോയബിലിറ്റി സ്കില്ലാണ്. ടെക്നിക്കൽ സ്കില്ല് അതിന് അനിവാര്യമാണ്. അടുത്ത് ലാംഗ്വേജ് പ്രൊഫഷൻസിയാണ്. അതെങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും? അതിനും ഈ പറഞ്ഞ പോലെ പിന്നെ ഈ ചാറ്റ് GPT പോലെയുള്ള ചാറ്റ് ബോട്ടുകളിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ മതി. ഒരു ഇന്ന ഇന്റർവ്യൂ, ഇപ്പൊ ടീച്ചർ ഇന്റർവ്യൂ ആണെങ്കിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻ ആണ് എക്സ്പെക്റ്റഡ്, ഇന്ന സെക്ഷനിലേക്കാണ് നമ്മൾ എപ്പോഴും പിന്നെ നമ്മൾ ചാറ്റ് ചെയ്യുമ്പോൾ എന്ത് പ്രോംപ്റ്റിങ് ചെയ്യുന്നതനുസരിച്ചാണ് അവർ ഉത്തരം തരിക. അപ്പോൾ പ്രോംപ്റ്റ് ചെയ്യുന്നത് വളരെ ഷാർപ്പായിരിക്കണം, കൃത്യമായ സൂചനകൾ വേണം. ഇന്ന സബ്ജക്റ്റ് കെമിസ്ട്രി, ഇന്ന ഗ്രേഡ്, മനസ്സിലായോ, ഇന്ന തരത്തിലുള്ള കരിക്കുലമുള്ള സ്കൂൾ. അപ്പോൾ പിന്നെ ഇന്റർവ്യൂവിന് പോവുകയാണ്, എന്തെല്ലാം ചോദ്യങ്ങളാണ് എക്സ്പെക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ചോദ്യവും ഉത്തരവും ഇത്. ഈ ചോദ്യവും ഉത്തരവും നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ബൈ ഹാർട്ട് കൂടി കവിത. ഐ വുഡ് ലൈക്ക് ടു ഡൈവ് ഡൗൺ ഇൻടു ദിസ് പോൾ വേർ ദി റോക്സ് അറ്റ് ദി ബോട്ടം ആർ സേഫ്ലി ഡീപ്. പണ്ട് 10ാം ക്ലാസ്സിൽ പഠിച്ച കവിത ഇപ്പോഴും നാക്കിന് മുമ്പത്ത് ഇങ്ങനെ ഒഴുകി വരികയാണ്. ഇതുപോലെ നമ്മളിത് കാണാതെ പഠിച്ചു വെച്ചാൽ ആര് ചോദിച്ചാലും സംഹൗ വിൽ ബി ഏബിൾ ടു ആൻസർ. ഇപ്പൊ തന്നെ അയാൾ വിചാരിക്കും, ഓ ഇയാളൊരു സ്കോളറാണല്ലോ, ഇയാൾ വളരെ അപ്ഡേറ്റ്. സംഭവം നമ്മൾ നാടകം, എനിക്ക് ഐ വുഡ് ലൈക്ക് ടു ഡൈവ് ഇൻസ്റ്റ വേറെ ഒന്നും അറിയില്ല. പക്ഷെ അയാൾ എന്താ കരുതുന്നത്, ഇയാൾക്ക് ഇങ്ങനെ പലതും പറയുന്നതാണ്. അങ്ങനെ നമ്മൾ സ്വയം മാർക്കറ്റ് ചെയ്യുക, ടാക്ടിക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ലാംഗ്വേജ് പ്രൊഫഷൻസി വളരെ പ്രധാനമാണ്. അത് ഏത് സെക്ടറിലാണ്, സ്കൂളിൽ മാത്രമല്ല ഏത് സെക്ടറിലാണെങ്കിൽ നല്ല സ്പോക്കൺ ലാംഗ്വേജ്, നല്ല റിട്ടൺ ഇംഗ്ലീഷും നല്ല കറസ്പോണ്ടൻസ് ലാംഗ്വേജും വേണം. അതില്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാനുള്ള വഴികൾ എന്ന് പറഞ്ഞാൽ ധാരാളം ഇംഗ്ലീഷ് ചാനലുകളിലൂടെ ഇംഗ്ലീഷ് സിനിമ കാണുക, അതുപോലെ പിന്നെ ധാരാളം ബുക്കുകൾ വായിക്കുക. ബുക്കുകൾ വായിക്കുമ്പോൾ അതിലേറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇന്നോവേറ്റീവായ കണ്ടന്റുകൾ നമ്മളൊരു നോട്ട്ബുക്കിൽ സ്ക്രിബിൾ ചെയ്യുക, എന്നിട്ട് അത് ബൈ ഹാർട്ട് പഠിക്കുക, അത് ആരെങ്കിലും ഷെയർ ചെയ്യുക. അപ്പോൾ ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് ലേണിംഗ് ഈസ് വാട്ട്? ടീച്ചിങ് ആണ്. ഏറ്റവും മികച്ച ലേണിംഗ് വഴി എന്താണെന്ന് വെച്ചാൽ നമ്മൾ വായിച്ചത് മനസ്സിലാക്കിയത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഭയങ്കര മെമ്മറി ആയിരിക്കും, റെപ്പിറ്റേഷൻ ആവും. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ പ്രൊഫഷൻസി. അത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ടെക്നിക്കൽ സ്കില്ലിൽ പെടുന്നതാണ്. ഇപ്പോൾ ഒരുപാട് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വന്നതോട് കൂടിയിട്ട് സോഫ്റ്റ്വെയർസും
അങ്ങനെയുള്ള കുറേ ഡിജിറ്റൽ ടൂൾസ് ഒക്കെ എംപ്ലോയ് ചെയ്യേണ്ടി വരും. അപ്പം അത് എന്താണ് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ളത് എന്നുള്ളത് ഓരോ ഫീൽഡിനും അനുസരിച്ചിട്ടുള്ളത് മനസ്സിലാക്കി ചെറിയ ചെറിയ കോഴ്സുകൾ ഓൺലൈനിൽ ചെയ്താലും മതി. അതിലൊരു പ്രൊഫഷൻസി വേണം, അതിലൊരു സർട്ടിഫിക്കേഷൻ വേണം. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം അടുത്ത് നമ്മുടെ സ്കൂളിൽ ഒരു വേക്കൻസി ഉണ്ടായിരുന്നു. എന്തിന്? ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫീസർ, HSO വേക്കൻസി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണ്? ഡിഗ്രി ഇൻ എനി സബ്ജക്റ്റ്, ഓക്കെ, പ്ലസ് നെബോഷ്. ഈ നെബോഷ് എന്ന് പറഞ്ഞ കോഴ്സ് എത്ര മാസം കോഴ്സാണ്? 15 ദിവസം മുതൽ 1 മാസം 3 മാസം വരെയൊക്കെ ചെയ്യാം. ഇന്റർനാഷണലി അക്രഡിറ്റഡ് കോഴ്സാണ്. 15 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഡിഗ്രി ഉള്ള ഒരാൾ ജോലി കിട്ടാതെ അലയുന്നുണ്ടെങ്കിൽ അയാൾ ടാക്ടിക്കലി ചെയ്യേണ്ടത് എന്താ? നെബോഷിന്റെ ഒരു കോഴ്സ് ചെയ്യുക, നാട്ടിൽ നിന്നോ ഇവിടുന്നോ എവിടെന്നെങ്കിലും ചെയ്യാം. അങ്ങനെ ചെയ്തിട്ട് പിന്നെ ഏതെങ്കിലും ഒരു ലോക്കൽ കമ്പനിയിൽ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യുക. കാരണം കുറച്ചൊരു പരിചയം വേണ്ടേ. അങ്ങനെ അദ്ദേഹത്തിന് വളരെ വേഗം തന്നെ പിന്നെ ഈ പരിചയം മാത്രമല്ല, ആ കിട്ടുന്ന വേളയിൽ അയാൾ അറിഞ്ഞ് കളിക്കണം. നമ്മുടെ മനസ്സിനെ അങ്ങനെ സെറ്റ് ചെയ്യണം. അവിടെ ഈ പിന്നെ HSC എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഇന്റേൺഷിപ്പിൽ കയറുമ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു HSC ഉണ്ടാവുമല്ലോ, ഒരു ചീഫ് HSC ഉണ്ടാവും. ആ HSCക്ക് നമ്മൾ ഭയങ്കര സപ്പോർട്ടീവ് ആയിരിക്കണം. അതിൽ നിന്ന് ഒരുപാട് പഠിക്കാനുള്ള ഒരു ഏർജ്, അതിനുള്ള ഒരു ആങ്സൈറ്റിയും ഒരു ക്യൂരിയോസിറ്റിയും ഒക്കെ ഇയാൾക്ക് തോന്നണം. അങ്ങനെ അയാൾ നല്ല അഭിപ്രായം. കാരണം അത് ഈ പെർഫോമൻസ് അനാലിസിസ്, പെർഫോമൻസ് ഒബ്സർവേഷൻ അത് സ്ഥിരം നടന്നുകൊണ്ടിരിക്കുകയാണ്, അറിഞ്ഞോ അറിയാതെയോ. അപ്പോൾ ഒരു വേക്കൻസി ശരിക്കും വരുമ്പോൾ ഇയാളെപ്പോൾ നമ്മളെങ്ങനെ, ഇയാൾ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണല്ലോ, ഭയങ്കര പാഷനേറ്റ് ആണല്ലോ, കമ്മിറ്റഡ് ആണല്ലോ എന്നൊക്കെയുള്ള ഒരാളെ ആ കമ്പനിക്ക് ഒഴിവാക്കാൻ തോന്നില്ല. അപ്പോൾ ചിലപ്പോൾ ഈ HSO ആയിട്ടായിരിക്കില്ല അപ്പോയിന്റ് ചെയ്യുക. അയാൾ എങ്ങനെയാലും പിടിച്ചു നിർത്തുക എന്നുള്ളതായിരിക്കും. വേറെ എന്തെങ്കിലും കപ്പാസിറ്റിയിൽ ചിലപ്പോൾ അഡ്മിനിലോ മനസ്സിലാവും ക്ലറിക്കൽ സ്റ്റാഫായിട്ടോ ഒക്കെ പിടിച്ചു നിർത്തിയേക്കാം. അപ്പോൾ ഈ ജോബ് അന്വേഷിക്കുന്നവർ എപ്പോൾ ആലോചിക്കേണ്ട, ഇതിന്റെ കൂടെ തന്നെ ഞാൻ ചേർത്ത് പറയുന്ന ഒരു കാര്യം, ഈ ഫ്രഷേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്പണിങ് കിട്ടുക എന്നുള്ളത് ഒരു വലിയ കടമ്പ തന്നെയാണ്. അത് എളുപ്പമല്ല. പ്രത്യേകിച്ച് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലെങ്കിൽ, പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല, ഒരു ഡിഗ്രി മാത്രമാണുള്ളത് വെച്ചെങ്കിൽ വെരി വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ നിങ്ങൾക്കൊരു നിങ്ങൾ പ്രൊഫഷണൽ ആവണ്ടേ? ഒരു പ്രൊഫഷണൽ ആവണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനികൾ തന്നെ മൾട്ടിനാഷണൽ കമ്പനി ആയതിന് ആഗ്രഹിക്കരുത്, നാഷണൽ കമ്പനികൾ ആയതിന് ആഗ്രഹിക്കരുത്. ലോക്കൽ കമ്പനികൾ തന്നെ ഏറ്റവും ലോ ആയിട്ടുള്ള, നമ്മൾ മലബാരികളൊക്കെ നടത്തുന്ന കുറേ കമ്പനികളുണ്ട്. അത്തരം കമ്പനികൾ ചേരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറേ സമയം, ചിലപ്പോൾ വർക്ക് 8 മണിക്കൂറൊന്നും ആവില്ല, 12 മണിക്കൂറായി. പിന്നെ ചിലപ്പോൾ ഹറാസ്മെന്റ് മസ്റ്റാണ്. അത് നിങ്ങൾ എത്ര പിന്നെ നാഷണൽ കമ്പനി ആണെങ്കിലും നമ്മുടെ ഈ തേർഡ് വേൾഡ് കൺട്രീസിലുള്ള ആളുകളാണ് അതിൻ്റെ ലീഡർഷിപ്പിലുള്ള അഡ്മിനൊക്കെ ആയിട്ടുള്ളതെങ്കിൽ എന്താണ് ഹ്യൂമിലിയേഷനും ടോർച്ചറിങ്ങും അപമാനിക്കലും അതിൻ്റെ ഘോഷയാത്രയായിരിക്കും. അതൊക്കെ ഒരുവിധം പിന്നെ എംപ്ലോയീസിൻ്റെ അടുത്ത് അന്വേഷിച്ചാൽ അവർ കോമൺ ആയിട്ട് പറയും ഭയങ്കര ബിറ്റർ എക്സ്പീരിയൻസ് ആണ്, സ്ട്രെസ് ആണെന്നൊക്കെ പറയും. കാരണം ഇവർ പണിയെടുക്കില്ല. ഇത് 30 വയസ്സായ ചീഫ് എഞ്ചിനീയർ ആയിരിക്കും, ചിലപ്പോൾ 28 വയസ്സായ യങ്സ്റ്റർ ആയിരിക്കും, ഫ്രഷർ ആയിരിക്കും. ആ ആളാണ് അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചീഫ് മറ്റൊരാൾ പണിയെടുപ്പിക്കല. ഇതാണ് അവരുടെ രീതി. എന്നിട്ട് ഈ ചീഫിന് മുമ്പ് ഇതുപോലെ ടോർച്ചറിങ് ഉണ്ടായിട്ടുണ്ടാവും. അത് മുഴുവനും ഇവിടെ ഇങ്ങോട്ട് അൺലീഷ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതൊരു തുടർക്കഥയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, അതിനൊരു അവസാനമല്ല. അപ്പൊ അതിനൊക്കെ മൈൻഡിനെ പ്രിപ്പയർ ചെയ്യുക. ഐ ആം റെഡി, ഐ ആം വില്ലിങ്. മറ്റേ ദാസ എത്ര വേണമെങ്കിലും തല്ലിക്കോ എന്ന് പറയുന്ന ശ്രീനിവാസന്റെ ഒരു മൈൻഡ് സെറ്റ് അവിടെ വേണോ? എത്ര വേണമെങ്കിലും തല്ലിക്കോ, പക്ഷെ അമേരിക്കയിൽ പോകണമെന്നുള്ളത് മാത്രമാണ് ആ സമയത്തുള്ള നീയത്ത് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് വേണം ചെയ്തത്. പക്ഷെ എന്താണ് ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞത് ഒരു 1 year or 2 years. ചിലപ്പോൾ വിസ അടിച്ചിട്ടുണ്ടാവും, വിസ അവർ അടിച്ചു തരുന്നുണ്ട്, നമുക്ക് സാലറി ചിലപ്പോൾ തന്നില്ല എന്ന് വരും. ഞാൻ പറഞ്ഞില്ലേ, ഒരു കരിയറിന്റെ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരാള് ജോലി നേടാൻ നോക്കുമ്പോൾ ശമ്പളം പോലും ആഗ്രഹിക്കരുതെന്നാണ് ഇന്നത്തെ കാലത്ത്. കാരണം ഇവിടെ എഞ്ചിനീയേഴ്സൊക്കെ 2000 ദിർഹംസിനൊക്കെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇനിഷ്യലി, ജനറലി ഞാൻ പറയുന്നത്. പക്ഷെ അവരൊരു 2 വർഷം സംഭവം അവർ ഈ ജോലി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കുതിച്ചുചാട്ടാണ്. 2000 വാങ്ങുന്ന ആൾ പെട്ടെന്ന് തന്നെ 5000ലേക്ക് ചാടും, 5000 വാങ്ങുന്ന ആൾ പെട്ടെന്ന് തന്നെ 7000, 8000, 10000 ചാടും. ഇഷ്ടം പോലെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പിന്നെ ഫ്രഷേഴ്സായിട്ട് ഇവിടെ വന്ന ആളുകൾ 6 മാസം ഒരു വിസിറ്റ് വന്നു, 2ാമതൊരു വിസിറ്റ്, 3ാമതൊരു ഒരുപാട് കാശ് ഇൻവെസ്റ്റ് ചെയ്തു, ജോലി ശരിയായില്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? ശരിക്കും നോ വൺ ഈസ് അൺഎംപ്ലോയബിൾ എന്നൊരു ബുക്കുണ്ട്. നോ വൺ ഈസ് അൺഎംപ്ലോയബിൾ. ജോലി എടുക്കാൻ കഴിയാത്ത ഒരു മനുഷ്യൻ ലോകത്തില്ല എന്നാണ്. എത്ര അംഗവൈകല്യമുള്ള ആൾക്കും ജോലി ചെയ്യാൻ പറ്റും.
ഇപ്പൊ എല്ലാവർക്കും ജോലി ചെയ്യാൻ അപ്പൊ എനിക്ക് ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അത് എന്താണ്, അയാളെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്നാണ്. അയാൾ ഈ പറഞ്ഞ പോലെ നല്ലോണം ഉറങ്ങി നല്ലോണം ഭക്ഷണം കഴിച്ച് ആരെങ്കിലും എനിക്ക് ജോലി ഇങ്ങനെ തലകീലാക്കി കൊണ്ടുവരുമെന്ന് കരുതി കാത്തിരിക്കുകയാണ്. അതല്ല, പിടിച്ചു പറിക്കണം, അഗ്രസീവ് ആയിരിക്കണം, ബ്രേക്ക് ത്രൂ നമ്മളുണ്ടാക്കണം. ഇനിഷ്യലി നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് എവിടെ ഇപ്പോൾ ഇല്ലാത്ത ഇപ്പോൾ ഏത് കോഴ്സിനാണെങ്കിലും അവിടെയൊക്കെ തന്നെ ഈ ടീച്ചേഴ്സ് ഇപ്പോഴും ആ ഒരു ട്രഡീഷണൽ, ഇപ്പോൾ ഏറ്റവും നല്ലൊരു കോഴ്സാണല്ലോ MBBS. എനിക്കറിയാം, എൻ്റെ ഒരു മകൻ MBBS ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ എപ്പോഴും ഞാൻ അവരോട് സംസാരിക്കാൻ പറയും, അത് എയിംസിലാണ് കേട്ടോ, എയിംസിൽ പഠിക്കുന്ന പയ്യനാ, അവർക്കുള്ള ടോർച്ചറിങ് എന്ത് വർക്ക് ചെയ്താലും പിന്നെ ഈ പ്രൊഫസേഴ്സ് മാർക്ക് വളരെ കുറച്ച് കൊടുക്കും. എത്ര പ്രിപ്പയർ ചെയ്ത് എഴുതിയാലും ഇങ്ങനെ പിടിച്ച് അതിനൊരു ലോജിക്ക് ഉണ്ടാവില്ല. എന്താ ഈ പോയിന്റുകൾ ഉണ്ടെന്ന് എന്താ മാർക്ക് തരാത്ത ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. അങ്ങനെ ചോദിച്ചാൽ പിന്നെ ആ ചോദ്യം മതി അടുത്ത ഹ്യൂമിലേഷൻ. അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും, പടച്ചോനെ എന്താണ് ഇവർക്ക് ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ, ഈ മാറിയ കാലത്ത്, ഈ 21ാം നൂറ്റാണ്ടിലും ഈ രീതിയിൽ ഒരു ഫ്രണ്ട്ലി, ഒരു യൂസർ ഫ്രണ്ട്ലി അല്ലാത്ത രീതിയിൽ പെരുമാറുന്നത് എന്തോ, എന്തിനാണ് ഇങ്ങനെ സ്ട്രെസ് ഇവർക്ക് കൊടുക്കുന്നത്, ഇവരെന്തിനാണ് ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? വളരെ ദയനീയമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥയുണ്ട്. ആ ഒരു ട്രഡീഷണൽ പിന്നെ ഇംപ്രസൺമെന്റിൽ നിന്ന് നമ്മൾ ഇനിയും മോചിതരായിട്ടില്ല. അതുകൊണ്ട് ഇതൊക്കെ നാടിന്റെ യാഥാർത്ഥ്യങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ട് അതുമായി അക്കസ്റ്റം ചെയ്യാനും അഡാപ്റ്റ് ചെയ്യാനും അതിനോട് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുമുള്ള ഒരു റെസിലിയൻസ്, സ്കിൽ ഓഫ് റെസിലിയൻസ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ആർജിക്കാൻ വേണ്ടി. നിങ്ങളുടെ റെസിപ്രോക്കേഷനാണ് നമ്മുടെ സ്ട്രെങ്ത്. ഇനി പിന്നെ നമ്മൾ ജോലിയിൽ കയറിയ ആളുകളുടെ കാര്യം ഒന്ന് ചെറുതായിട്ട് പരാമർശിക്കുകയാണ്. ജോലി കയറിയ ആളുകളുടെ മുന്നിൽ എപ്പോഴും ഒരു കണ്ണുണ്ടാവും, ബാക്കിയുള്ള കൊളീഗ്സിന്റെ അടുത്തുനിന്നും അവിടുത്തെ ലീഡേഴ്സിന്റെ അടുത്തും ഒരു കണ്ണുണ്ടാവും. ഇയാൾ എങ്ങനെയുണ്ട്, ഇയാളുടെ ബിഹേവിയർ പാറ്റേൺ എന്താണ്, ഇയാൾ വളരെ ഡൈനാമിക് ആണോ, വളരെ എന്തൂസിയാസ്റ്റിക് ആണോ, വളരെ പോസിറ്റീവ് ആണോ, ഇങ്ങനെ കണ്ണുണ്ടാവും. ഇനി എന്തെങ്കിലും ഒരു ലീഡർഷിപ്പ് വേക്കൻസി വന്നാൽ സീനിയോറിറ്റി മാത്രമല്ലല്ലോ നോക്കുക, സീനിയോറിറ്റി ഉണ്ട്, ആള് എന്താ പറയാ പിന്നെ ഇൻകോമ്പറ്റന്റ് ആണെങ്കിൽ അയാളെ ലീഡറാക്കില്ല. ഒരാൾ ജോലി അന്വേഷിക്കുമ്പോൾ ആദ്യം വേണ്ടത് നല്ലൊരു CV ആണല്ലോ. CV എന്തൊക്കെ വേണമെന്നുള്ളത് നമുക്ക് നോക്കാം. CV ക്രിയേഷനിലേക്ക് ഏറ്റവും ആദ്യം CV വേണ്ടതാണ് നല്ലൊരു ഫോട്ടോ, നല്ല സ്മാർട്ടായിട്ടൊരു ഫോട്ടോ. ഓവറായിട്ട് പിന്നെ AI വെച്ചിട്ടൊന്നും ഓവറാക്കരുത്, ചളാക്കരുത്. ഒരു മോഡറേറ്റ് റീസണബിൾ ആയിട്ടുള്ള ഫോട്ടോ. പക്ഷേ നിങ്ങൾ ഒരു ബ്ലേസറൊക്കെ ഇട്ടിട്ടുള്ള ഒരു പ്രൊഫഷണൽ അറ്റയർ ആയിരിക്കണം. ഈ ഷോൾഡറൊക്കെ കാണിക്കും, വെറും ഒരു മുഖം മാത്രമല്ല, മനസ്സിലായോ? ഷോൾഡറും മുഖവും ഒക്കെ കാണിക്കുന്നതിൽ നല്ല ഡീസെന്റ് ആയിട്ട് ഡ്രസ് ചെയ്ത് ഒരു പ്രസന്റബിൾ ആയിട്ടുള്ള സ്മാർട്ട് ആയിട്ടുള്ള ഒരു ഫോട്ടോ, റൈറ്റ്? നിങ്ങൾക്ക് CV ക്രിയേറ്റ് ചെയ്യാൻ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് നിങ്ങളുടെ റിയൽ കാര്യങ്ങൾ അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ചാറ്റ് ബോട്ട്സ് ഉപയോഗിക്കാം കേട്ടോ CV ഉണ്ടാക്കാൻ. അതുകൂടാതെ CV ഉണ്ടാക്കുന്നതിന് തന്നെ AI പിന്നെ വെബ്സൈറ്റുകളുണ്ട്, ഫ്രീ ആണ്. അതും ചാറ്റ് ബോട്ടിൽ കൊടുത്താലും നിങ്ങൾക്ക് കിട്ടും. ഏതൊക്കെയാണ് പിന്നെ ഫ്രീ വെബ്സൈറ്റ്സ് ഫോർ ക്രിയേഷൻ ഓഫ് CV എന്ന് പറഞ്ഞാൽ അതും കിട്ടും. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല ലാംഗ്വേജ് കിട്ടും, നല്ല കണ്ടന്റ് കിട്ടും. നമ്മൾ ഒരു CV എഴുതുമ്പോൾ എന്തെല്ലാം ഫാക്ടേഴ്സാണ് അതിൽ ഇടേണ്ടതെന്നുള്ള നമുക്ക് കിട്ടും. CVയുടെ സ്ട്രക്ചർ നോക്കിയാൽ ഫോട്ടോ, ജോബ് ടൈറ്റിൽ, പേഴ്സണൽ പ്രൊഫൈൽ, UAE കോണ്ടാക്ട് മസ്റ്റ് ആണേ. അത് പിന്നെ നമ്മൾ ഇന്ത്യൻ നമ്പർ എഴുതി UAE കോണ്ടാക്ട് എഴുതിയില്ല എന്നുണ്ടെങ്കിൽ അത് വിളിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇവിടെ വിസിറ്റ് വിസയിൽ അവൈലബിൾ ആയ ആളുകളാണ് ആദ്യം പരിഗണിക്കുക. ഒരു രക്ഷയില്ലെങ്കിൽ മാത്രമാണ് നാട്ടിലേക്ക് വിളി പോവുക. അപ്പം അത് ഒരു UAE കോണ്ടാക്ട് നമ്പർ എന്തായാലും കൊടുത്തിരിക്കണം. പിന്നെ മെയിൽ ഐഡിയും കാര്യങ്ങളൊക്കെ. പേഴ്സണൽ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ നമ്മളെക്കുറിച്ചുള്ള ഒരു ചെറിയ ബ്രീഫിങ്, നമ്മൾ എന്തൊക്കെ സ്ട്രെങ്ത്, നമ്മുടെ പൊട്ടൻഷ്യൽസ് എന്താണ്, നമ്മുടെ അച്ചീവ്മെന്റ്സ്, വർക്ക് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സ്പെഷ്യാലിറ്റീസ്, സ്പെഷ്യൽ സ്കിൽസ്, പിന്നെ എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻസ്, പിന്നെ അതുപോലെ നമ്മുടെ ഹോബി, ഇൻട്രസ്റ്റുകൾ. ഇവിടൊക്കെ നമ്മൾ ബോധപൂർവ്വം ചെയ്യണം. ചിലപ്പോൾ നമ്മൾ ചില സോഷ്യൽ പിന്നെ ആക്ടിവിറ്റീസിൽ നമ്മൾ ബോധപൂർവ്വം ചെന്ന് ഇടപെടണം, പങ്കെടുക്കണം. അതിൽ നിന്ന് വല്ല സർട്ടിഫിക്കേഷനൊക്കെ കിട്ടുമെങ്കിൽ അത് മേടിക്കണം, അതിനെന്തെങ്കിലും റിവാർഡ്സ് കിട്ടുമെങ്കിൽ അത് മേടിക്കുക. അതൊക്കെ റെക്കോർഡിക്കലായിരിക്കും. നമ്മളൊരു പിന്നെ നമ്മുടേതായ ഒരു വെബ്സൈറ്റോ അതല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പിന്നെ അക്കൗണ്ടോ തുടങ്ങി ഒരു സോഷ്യൽ അല്ലെങ്കിൽ മറ്റേ ഇൻസ്റ്റഗ്രാമോ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ വെച്ചാൽ അത് തുടങ്ങിയിട്ട് അതിൽ ഇങ്ങനെയുള്ള നിങ്ങളുടെ എല്ലാ അച്ചീവ്മെന്റ്സും അതിൽ അപ്ലോഡ് ചെയ്യണം. നിങ്ങളുടെ പേഴ്സണൽ പ്രൊഫൈല്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എല്ലാം ഉള്ളതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഓരോരോ സംഗതിയിൽ അച്ചീവ്മെന്റുകളും. എന്താ കാര്യം വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ കാലത്ത് QR കോഡ് ഈ പിന്നെ CV ഒരു ഘടകമാണ്, അറിയോ? നമ്മുടെ CV എല്ലാം ഉണ്ട്. അതിൻ്റെ അവസാനം ഒരു QR കോഡ് കൊടുക്കും. ആ QR കോഡ് പിന്നെ പെർസ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇയാളുടെ എല്ലാ ഡീറ്റെയിൽസും, ഇപ്പോൾ ഇയാൾക്കൊരു യൂട്യൂബ് ചാനൽ എന്ന് വിചാരിച്ചോ, ആ യൂട്യൂബ് ചാനലിൽ
നമ്മൾ ലിങ്ക് ഈ QR കോഡിൽ കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്താൽ യൂട്യൂബ് ചാനലിലേക്ക് പോകാൻ പറ്റും. അപ്പൊ എന്തെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റും. അപ്പൊ ആ അപ്ലോഡ് ചെയ്ത സാധനത്തിന് പ്രസന്റബിൾ ക്വാളിറ്റി ഉണ്ടാവണം കേട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അലക്കുലത്ത് പരിപാടികൾ ഇട്ടിട്ട് അങ്ങോട്ട് ആക്സസ് ചെയ്ത് കാര്യമില്ലല്ലോ. അതുപോലെ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ്, നമ്മൾ പങ്കെടുത്ത കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ സർട്ടിഫിക്കറ്റ്സ്, ഇങ്ങനെ പിന്നെ പലതരത്തിലുള്ള ഇൻവോൾവ്മെന്റ്സ്, നമ്മളിപ്പോൾ എംബസി പിന്നെ ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ചില ഈ വളണ്ടിയറിങ് ചെയ്തിട്ടുണ്ടാവും, അപ്പോൾ സർട്ടിഫിക്കറ്റ് തരാറുണ്ട് അവർ. അത് ഏതെല്ലാം നിലക്ക് അഡീഷണൽ കോഴ്സുകൾ, ഇതെല്ലാം നമ്മൾ CV-യിൽ അങ്ങ് പിടിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ CV ഭയങ്കര പിന്നെ ലെങ്തി, അത്ര പാടില്ല. ഒരു കംഫർട്ടബിൾ ആയ റീസണബിൾ ആയ CV ആയിരിക്കണം. പക്ഷെ എങ്കിലും ചില ഇൻഡിക്കേറ്റേഴ്സ്, ബ്രീഫ് ക്രിസ്പ് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഈ CV-യിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ CV സീരിയസ് ആയി വായിക്കുന്ന ഒരാൾക്ക് ഇയാൾ എന്തൊക്കെയോ സംഭവമാണ് എന്ന് തോന്നും. അപ്പോൾ CV ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ കടന്നുകൂടാൻ സാധ്യത, ഫിൽറ്ററിൽ ഒഴിവാവില്ല. അതൊക്കെ ഒന്ന് മനസ്സ് വെക്കുക. പിന്നെ കമ്മ്യൂണിറ്റി സർവീസ് വോളണ്ടിയർ വർക്ക് ഞാൻ പറഞ്ഞു, പ്രൊഫഷണൽ അസോസിയേഷൻസ്, ലിങ്ക്സ് ടു ഓൺലൈൻ, നമുക്ക് എന്തൊക്കെ തരത്തിലുള്ളതുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് അതിൽ കൊടുക്കുക. നമ്മൾ എന്തെങ്കിലും പ്രൊജക്ട് വർക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ഇതൊക്കെ കാണിക്കാനാണ് ഞാൻ അവസാനം എന്ന് പറഞ്ഞത് ഈ QR കോഡ് ഇടുന്നത്. പുട്ട് എ QR കോഡ്, ലിങ്ക്സ് ഓഫ് പേഴ്സണൽ വെബ്സൈറ്റ്, യൂട്യൂബ്, FB, വീഡിയോ ഇൻട്രൊഡക്ഷൻ, ക്രിയേഷൻസ്, എന്തെങ്കിലും ഇന്നോവേറ്റീവ് ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഗതികൾ ഉണ്ടെങ്കിൽ. ഇപ്പോൾ സ്കൂൾ കാലത്തൊക്കെ നമ്മൾ ചിലപ്പോൾ സ്കൂൾ ലീഡർ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കോളേജ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പിന്നെ യൂണിയൻ എന്തെങ്കിലും ആയിട്ടുണ്ടാവും, യൂണിയൻ ചെയർമാനോ അങ്ങനെ കണ്ടോ. അപ്പോൾ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് അവിടെ അടയാളപ്പെടുന്നത്. ഇതൊന്നും പ്രസക്തമല്ല എന്ന് കരുതരുത്. ഇപ്പോൾ നമ്മൾ ഇന്റർവ്യൂ ചോദിക്കുന്നതാണ്, ഈ ടീച്ചർമാരുടെ ചോദിക്കുന്നതാണ്, നിങ്ങൾ എന്തെങ്കിലും ലീഡർഷിപ്പ് റോളിൽ ഉണ്ടായിട്ടുണ്ടോ, നിങ്ങൾ HOD ആയിട്ടുണ്ടോ, നിങ്ങൾ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കാലത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ടുണ്ടോ? ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ വിലയിരുത്തി അവർക്ക് നാച്ചുറൽ ആയിട്ട് എന്തില്ല, ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല. അതേസമയം ഇതൊക്കെ ഉണ്ട്. ഒരാൾ കോളേജ് യൂണിയൻ ചെയർമാനാണ് എന്ന് പറഞ്ഞാൽ എന്തായി, കാരണം 2000-3000 കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജിൽ അയാൾ ആ സമയത്ത് ഏറ്റവും പ്രമുഖനായിട്ട് ഈ പിന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള പീപ്പിൾ സ്കില്ലുള്ള ആളാണെന്ന് മനസ്സിലാവും. ഇതിനൊക്കെ ഒരുപാട് ആശയങ്ങളും അർത്ഥങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ CV-യിൽ വരുത്തണം. ഇനി CV റെഡി ആയിട്ടോ, ഇനി അടുത്ത പരിപാടി എന്താ? CV നമ്മൾ മാർക്കറ്റ് ചെയ്യണ്ടേ? അതിനാ ജോബ് പോർട്ടൽസ് ഉണ്ട്. ഈ ജോബ് പോർട്ടൽസ് ഒക്കെ ഏതാണെന്നുള്ളത് ലിങ്ക്ഡിൻ ഉണ്ട്, ഇൻഡീഡ്, നൗക്കരി, ഗൾഫ് ബൈത്ത്, ഗൾഫ് ടാലന്റ്, ലേമോൺ, ഇങ്ങനെ പലതും ഉണ്ട്. അതിലൊക്കെ പോയിട്ട് ഫ്രീ രജിസ്ട്രേഷൻ ആണ്, രജിസ്ട്രേഷൻ ഫ്രീ ആണ്. അപ്പൊ അവർക്കും കുറെ CV-കൾ കിട്ടണല്ലോ. ഈ ജോബ് പോർട്ടൽസിന് കുറെ CV-കൾ കിട്ടണം, എന്നാലല്ലേ അവർക്ക് കമ്പനികളുടെ റിക്വയർമെന്റ്സിന് കൊടുക്കാൻ പറ്റും, അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പൊ അവരുടെ ആവശ്യമാണത്. അപ്പൊ അത് നമ്മൾ ഉപയോഗിക്കുക. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ കരിയർ പേജുകൾ ഉണ്ടാവുമല്ലോ, കമ്പനി ആണെങ്കിലും സ്കൂളാണെങ്കിലും, ആ കരിയർ പേജ് അവരുടെ പിന്നെ വെബ്സൈറ്റിൽ പോയിട്ട് കരിയർ പേജ് ഉണ്ടാവും, അതിനകത്ത് നമ്മുടെ CV അപ്ലോഡ് ചെയ്യാം. ഇതൊക്കെയാണ് സമയം കണ്ടത്. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, ഒരു പയ്യൻ ITI കഴിഞ്ഞാണ്, IIT അല്ല, ITI വെറും 2 വർഷത്തെ കോഴ്സില്ലേ, +2 കഴിഞ്ഞിട്ട്. അങ്ങനെ ITI കഴിഞ്ഞ് അതിലൊരു സംഗതി എന്ന് വെച്ചാൽ അവനൊരു പാരാമെഡിക്കൽ കോഴ്സിന് ചേർത്തു. അങ്ങനെ കോളേജ് ഒരു എക്സ്പാർട്ടിയേറ്റ് ഫാമിലി എന്നുള്ള ആളാണ്, ഗൾഫിലാണ് പഠിച്ചത് 12th വരെ. അങ്ങനെ അവിടെ ചേർത്തതിന് ശേഷം കോഴ്സ് കുളമാക്കി എന്ന് പറഞ്ഞ പോലെ പലതരം പ്രശ്നങ്ങൾ വിട്ടിട്ട് അത് പോയി. അത് പോയതിനു ശേഷം ഇനി എന്തെന്നുള്ളതായി. അപ്പോൾ എന്നായിട്ട് കൺസൾട്ട് ചെയ്തു. അങ്ങനെ ഞാൻ തന്നെ കൊണ്ടുപോയിട്ട് പിന്നെ ആ പാരന്റിന് വേണ്ടിയിട്ട് അവനൊരു ITI ചേർത്തു. ITI എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് അറിയുമോ? നമ്മുടെ എടപ്പാളാണ്. ഞാൻ എൻ്റെ ഈ ഫാത്തിമ ഷിൻസിന്റെ സ്ഥലം എവിടെ? എടപ്പാള. അതെ. അപ്പോ എടപ്പാള കൊണ്ട് ചേർത്ത് 2 വർഷം കഴിഞ്ഞിട്ട് അവൻ എന്ത് ചെയ്തു, കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അവിടെ ഒരു 2 വർഷം അവിടെ പ്രാക്ടീസ് ചെയ്തു, ഏതോ കമ്പനികളൊക്കെ പോയിട്ട്. പക്ഷെ ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് അവൻ 360 CV-കൾ പലതരം കമ്പനികളായിട്ട് അപ്ലോഡ് ചെയ്തു. 360. എന്താണ് അവരുടെ ക്വാളിഫിക്കേഷൻ? ഇന്നത്തെ ഈ പിന്നെ ജോബ് മാർക്കറ്റിലുള്ള കോമ്പറ്റീറ്റേഴ്സിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവന്റെ ക്വാളിഫിക്കേഷൻ വളരെ വീക്കാണ് അല്ലേ? ITI എന്ന് പറഞ്ഞാൽ എന്താ, എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് വരുന്ന എത്രയോ ആളുകളിലൂടെ 2000 ദിവസം ജോലി ചെയ്യുമ്പോഴാണ് ഇയാൾ 360 CV അപ്ലോഡ് ചെയ്ത് കാത്തിരിക്കുകയാണ്. അത്യന്തം നിരാശനായിട്ട്. അപ്പോഴാണ് ഒരു വിളി വരുന്നത്. അങ്ങനെ ആ വിളിയിൽ ഇന്റർവ്യൂവിന് പോയി. അവിടെ നിന്ന് ജോബും ഓഫറായി, വിസ തരാന്ന് പറഞ്ഞു. വിസിറ്റ് വിസയിൽ വന്ന് കറങ്ങുന്ന ആൾക്ക് അതെല്ലാം കിട്ടി. ചെറിയ സാലറി, 2000 ദിനം സാലറി. അയാൾ ഹാപ്പി ആയിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ അദ്ദേഹം എന്തായി, 6000 ദിനം സാലറിയിലെത്തി ഒരു 4-5 വർഷം കഴിയുമ്പോഴത്തേക്ക്. ഇതാണ്. അപ്പൊ ഇവിടൊക്കെ നമുക്ക് പാഠങ്ങളുണ്ട്, പ്രായോഗികം. അപ്പൊ നമ്മൾ ഇരുന്നിട്ട് ആയിരക്കണക്കിന് CV-കൾ, 300 ഇതന്നെ പണി. CV കൊടുക്കുക. ഇപ്പൊ നമ്മൾ ലിങ്ക്ഡിന്റെ കാര്യം പറഞ്ഞില്ലേ, ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മില്യൺ കണക്കിന് CV-കൾ വരുന്ന ഒരു സ്ഥലമാണ്.
കാരണം അതും ഈ പറഞ്ഞ പോലെ നമുക്കൊരു പേജാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ നമ്മുടെ പ്രൊഫൈൽസ് നമ്മളതിൽ അപ്ലോഡ് ചെയ്യുന്നു, നമ്മളെ അച്ചീവ്മെന്റ്സ് നമ്മളതിൽ അപ്ലോഡ് ചെയ്യുന്നു. നമ്മളിങ്ങനെ ലൈവായി നിൽക്കണം ഈ ലിങ്ക്ഡിൻ. അല്ലെങ്കിൽ ലിങ്ക്ഡിൻ ഒരു കാര്യമില്ല. നിങ്ങളൊരു CV അപ്ലോഡ് ചെയ്തിട്ട് കാത്തിരുന്നാലൊന്നും, നമ്മളൊരു സംഭവമാണ് എന്ന് വരുത്താനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നമ്മൾ ചെയ്തിട്ട് അത് ലിങ്ക്ഡിനിൽ ഇട്ടുകൊണ്ടിരിക്കണം. എപ്പോഴും നമ്മൾ CV ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് CV ഇങ്ങനെ കൂടെ കൂടെ അയച്ചുകൊണ്ടിരിക്കണം. അപ്പോഴാണ് ഇത് ആരെങ്കിലുമൊക്കെ ഒന്ന് നോട്ടിഫൈ. ഇപ്പം എനിക്ക് തന്നെ പിന്നെ ലിങ്ക്ഡിൻ പേജിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും മെയിൽ വരാറുണ്ട് ജോബ് ഓഫറായിട്ട്. കാരണം നമ്മളെ പ്രൊഫൈലൊക്കെ ഇട്ടിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അത് കൂടാതെ ഈ എന്താ പറയുക, മികച്ച അധ്യാപകരുടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, ഒരു ഏജൻസി നടത്തുന്നതായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ വെറുതെ അപ്ലോഡ് ചെയ്തു കാര്യങ്ങളൊക്കെ. അതിൻ്റെ അതിൽ പോയിട്ട് എനിക്കൊരാൾ ലിങ്ക് അയച്ചു തന്നെ, അങ്ങനെ ഞാൻ അയച്ചത്. പിന്നീട് അവർ ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൻ്റെ ഒരു കാർഡ്, ഒരു ഫ്ലയർ എനിക്ക് അയച്ചു തരണം. ആ ഫ്ലയറിൽ ഒരു വലിയ ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ എൻ്റെ ലിങ്ക്ഡിനിൽ നിന്ന് ഉള്ള പ്രൊഫൈൽ ഫോട്ടോ ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായി? ഞാൻ കൊടുത്ത ഫോട്ടോ അല്ല, ഞാൻ ഫോട്ടോ കൊടുത്തിട്ടില്ല. അവര് ലിങ്ക്ഡിനിൽ പോയി, കാരണം എൻ്റെ ലിങ്കയിൽ ഉണ്ടായിരുന്നു, എൻ്റെ ആ ഡാറ്റയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയിട്ട് ആ ഫോട്ടോ സ്നാച്ച് ചെയ്തിട്ടാണ് ഇവിടെ കൊടുത്തത്. ഇതാണ് അതിൻ്റെ ഒരു സംഗതി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അവസരങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പൊ ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ കൊടുത്തു വെച്ചിട്ട് ജോലി കിട്ടിക്കോളണമെന്നില്ല. നമ്മളെപ്പോഴും, പിന്നെ മാത്രമല്ല വളരെയധികം ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് CV അതിനകത്ത് വരുമല്ലോ സ്വാഭാവികമായിട്ടും. അവരുടെ എല്ലാ റിക്വയർമെന്റും ഫുൾഫിൽ ചെയ്യുന്ന എക്സ്പീരിയൻസ് ഉള്ള അതെ. നിങ്ങളെപ്പോഴും ആലോചിക്കേണ്ട, ഈ ഫ്രഷേഴ്സ് എപ്പോഴും ആലോചിക്കേണ്ട, സാലറിയെ കുറിച്ച് നിങ്ങളിപ്പോൾ ബോധറാവരുത്. നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ സാലറി ഒന്നും തരില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ട്രാൻസ്പോർട്ടേഷൻ്റെ ചിലവ് എങ്ങനെ എടുക്കും, ഫുഡിൻ്റെ ചിലവ് എങ്ങനെ എടുക്കും. നല്ലൊരു കരിയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും ഓക്കെ, കോമ്പറ്റൻസി ഉണ്ട് നമുക്ക്. അതില്ലാത്ത ആളുകൾ എന്താ ചിന്തിക്കേണ്ടത്? കോമ്പറ്റൻസി ഉണ്ടാക്കണം എന്നാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ എത്രയോ കാലം പഠിച്ചു, നമ്മൾ ചിലപ്പോൾ 15 കൊല്ലം പഠിച്ചിട്ടുണ്ടാവും. എന്ന പോലെ ഒരു കൊല്ലം കൂടി ഞാൻ പഠിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ അവിടെ നമ്മൾ അറിഞ്ഞ് പണിയെടുത്തു കഴിഞ്ഞാൽ അവർ വേഗം ഒരു റെമുനറേഷനിലേക്ക് നമ്മൾ എത്തിക്കും. നമ്മൾ വെറുതെ പണിയെടുപ്പിക്കില്ല. ഇനീഷ്യലി നമ്മൾ എന്താണ്, ഇന്റേൺഷിപ്പ് എന്നാണ് കരുതുന്നത്. ഇന്റേൺഷിപ്പ്, ഗൾഫിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇന്റേൺഷിപ്പിൽ കയറി ഏതാനും മാസങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നു, അവർക്ക് ബോധ്യപ്പെടുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, ഒരു സ്റ്റൈപ്പൻഡ് തരുന്നു. ചിലപ്പോൾ 500 ദിർഹം അല്ലെങ്കിൽ അങ്ങനെ ആവാം. കാരണം നമ്മൾ ഈ കയറുന്ന കമ്പനി പറഞ്ഞാൽ അങ്ങനത്തെ കമ്പനിയാണ്. ഈ മലബാരികളൊക്കെ നടത്തുന്ന വളരെ ലോക്കലായിട്ടുള്ള മീഗർ രീതിയിലുള്ള വരുമാനങ്ങളുടെ കമ്പനി ആയിരിക്കും. അപ്പോൾ ആ കമ്പനിയിൽ നമ്മൾ കയറി, നമുക്കൊരു ഉദ്ദേശമുണ്ട്. അതാണ് നമ്മുടെ ആ മനസ്സങ്ങനെ ആയതുകൊണ്ട് നമ്മൾ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുന്നതേ ഉള്ളൂ. പിന്നെ എന്താ വെച്ചാൽ ലക്ക് എന്ന് പറഞ്ഞാൽ ഭാഗ്യക്കുറി അടിക്കലല്ല, അത് മനസ്സിലാക്കുക. ലക്ക് എന്ന് പറഞ്ഞാൽ ഭാഗ്യക്കുറി അടിക്കലല്ല. പിന്നെന്താണ്? പ്രിപ്പറേഷൻസ് മീറ്റിംഗ് ഓപ്പർച്യൂണിറ്റി. പ്രിപ്പറേഷൻസ് മീറ്റിംഗ് ഓപ്പർച്യൂണിറ്റി, അതാണെന്ത് ലക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നിൽക്കണം. ഒരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു ഓപ്പർച്യൂണിറ്റി വരും. അപ്പോഴായിരിക്കും നിങ്ങൾ അവിടെ അപ്പോയിന്റ് ചെയ്യപ്പെടുക. അതാണ് ലക്ക്. അവിടെ നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഗതി മാറാണ്, ഒരു മൈൽ സ്റ്റോൺ ആണത്. അതൊരു ജീവിതത്തിലെ ഒരു കുതിച്ചുചാട്ടായിരിക്കും. അപ്പം എപ്പോഴും നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക പല രീതിയിലും. വായന, ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻസ്, അതുപോലെ തന്നെ കമ്പനിയിൽ എന്താണോ ആവശ്യമുള്ളത് അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ആ കാര്യത്തിൽ ഫോക്കസ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്കാണ് സ്കോപ്പ് ഉള്ളത്. പിന്നെ ഈ കരിയർ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ബോൾഡായിട്ട് നിങ്ങൾ ഇനിയിപ്പോൾ എത്രയോ ആളുകൾ അയക്കണം, ഞാനിനി എന്തിനാ അയക്കണം, അങ്ങനെ വിചാരിക്കരുത്. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. ഇപ്പോൾ കരിയർ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതിൽ നമ്മൾ CV നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു പ്രാവശ്യം ഇട്ടു, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ഇടുക, പിന്നെ ഇടയ്ക്ക് ഇട്ടുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ പിന്നെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ, ജോബ് ഗ്രൂപ്പുണ്ട്. അതുപോലെ കരിയർ ഫെസ്റ്റുകൾ നടക്കുമ്പോൾ അവിടെ പോകണം ബോധപൂർവ്വം. കരിയർ ഫെസ്റ്റ് നടക്കുന്നിടത്ത് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് അനുയോജ്യമായ ജോലിക്ക് സാധ്യത, കാരണം പലതരം കമ്പനികൾ അവിടെ വരിക. ഈ കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് അവരെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ വന്നിരിക്കുന്നത്. ചിലപ്പം പിന്നെ ഫെസ്റ്റ് നടക്കാറുണ്ട്. ഫെസ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് യൂണിവേഴ്സിറ്റിയിൽ 10-30 ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ ആയിട്ടുള്ള പിന്നെ സ്റ്റാളുകൾ ഉണ്ടാകും. ആ സ്റ്റാളുകളൊക്കെ പോകണം, അവരൊക്കെ പേഴ്സണലായിട്ട് കൺസൾട്ട് ചെയ്യണം. എന്നിട്ട് നമ്മളെ വേറെ പോയിട്ട് പറയണം, എനിക്കിങ്ങനെ ഒരു ജോലി കിട്ടാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ സഹോദര എന്നൊക്കെ ചോദിച്ചിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അന്വേഷിപ്പിൻ കണ്ടെത്തുന്നല്ലേ, എവിടെയാണോ ഓപ്പണിംഗ് ഉണ്ടാവുമെന്ന് പറയാൻ കഴിയില്ല. അത് പിന്നെ റിക്രൂട്ട്മെന്റ് ഏജൻസികളുണ്ട്. ഈ ഏജൻസികൾ എന്ന് പറഞ്ഞാൽ ശരിക്കും അവര് നമ്മളെ പിന്നെ CV അവർക്ക് കൊടുക്കുന്നത് ഫ്രീ സർവീസ് ആവണം എന്നാണ് നിയമം. നമുക്ക് ജോലി തരാമെന്ന് പറഞ്ഞിട്ട് അവർ നമ്മൾ കാശ് പിടിക്കാൻ പാടില്ല. കാരണം കമ്പനികളാണ് പേ ചെയ്യേണ്ടത്. ജോലി ശരിയാക്കി കൊടുത്ത കമ്പനികളാണ് പേ ചെയ്യേണ്ടത്. അതിന്റെ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ അന്വേഷിച്ച് ചെയ്യാം.
പിന്നെ വാക്ക് ഇൻ ഇൻ്റർവ്യൂസ് ചിലപ്പോൾ കാണാം. അപ്പോൾ ക്ലാസിഫൈഡ്സും അതുപോലെ പത്രമൊക്കെ നോക്കണം. അതൊരു പ്രധാന കാര്യമുണ്ട്. നമ്മളിപ്പം ഗൾഫിൽ ഇറങ്ങുന്ന മലയാള പത്രങ്ങളടക്കം അതിൽ ഈ ക്ലാസിഫൈഡ്സിൽ നോക്കണം. അതുപോലെ ഗൾഫ് ന്യൂസ് പോലെയുള്ള കലി ടൈംസ് പോലെ അതിലൊക്കെ ക്ലാസിഫൈഡ്സ് നോക്കിയിട്ട് വാക്കിൻ ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ ഉടനെ പോയിക്കൊള്ളണം, നമുക്ക് അനുയോജ്യമായ ജോലിയാണെന്നുണ്ടെങ്കിൽ. പിന്നെ എക്സ്പീരിയൻസ് ചിലപ്പോൾ 5 വർഷവും 10 വർഷമൊക്കെ ചോദിക്കും. അത് നിങ്ങൾ മൈൻഡ് ചെയ്യേ വേണ്ട. നിങ്ങൾ അവിടെ പോയി ഇടിച്ചു കയറി ചെന്ന് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, പക്ഷെ എനിക്ക് പാഷൻ ഉണ്ട്, എനിക്ക് എക്സ്പെർട്ടൈസ് ഉണ്ട്, എനിക്ക് കോമ്പറ്റൻസ് ഉണ്ട്, ഐ വിൽ പ്രൂവ്, എനിക്ക് അതിനുള്ള ഏർജ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വാചകം അടിച്ചിട്ട് അവർക്ക് കൺവിൻസ് ചെയ്ത് പിന്നെ എക്സ്പീരിയൻസ് ഇല്ലേ പോലും ഇയാൾ എടുക്കണം എന്നുള്ള ഇതുണ്ടാകും. കോവിഡ് സമയത്ത് ഇങ്ങനെ ഹൈദരാബാദിൽ പെട്ടൊരു സ്റ്റുഡൻറ്, ഒരു മലയാളി സ്റ്റുഡൻറ്, അവന് ഒരു പാർട്ട് ടൈം ജോലി വേണം. അങ്ങനെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഒരു പിന്നെ ഓൺലൈൻ ഇതുപോലെ വാക്കിൻ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ ചെന്നു. അപ്പോൾ കണ്ടന്റ് എഡിറ്റിംഗ് ആണ് അവരുടെ ഒരു റിക്വയർമെന്റ്. അപ്പോൾ നോക്കുമ്പോൾ അവിടെ പോകാന്ന് എങ്ങനെ കിട്ടാൻ ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഇവനവിടെ കയറിയിട്ട് സംസാരിച്ച് വന്ന് നോക്കുമ്പോൾ അവർക്ക് മലയാള ഭാഷ അറിയുന്ന ഒരാളെ വേണം, മലയാളത്തിൽ പ്രാവീണ്യമുള്ള ഒരാളെ. കാരണം മലയാളം കണ്ടന്റ് റിവ്യൂ ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഉണ്ട്. അപ്പോൾ അത് അവന് കിട്ടി. അന്ന് അവന് വളരെ പ്രായം കുറവാണ്. ആ സമയത്ത് അവന് ആ ജോലി കിട്ടി. ആ ജോലി കിട്ടിയതിന് ശേഷമാണ് കോവിഡ് തുടങ്ങി. അപ്പോൾ ഏതൊരു കോഴ്സ് ചെയ്യാനാണോ അവൻ അവിടെ പോയത്, ഹൈദരാബാദിൽ പോയത്, ആ കോഴ്സ് മുടങ്ങി ഈ കോവിഡ് കാരണം. നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു. ആ സമയത്ത് ഒരു ലാപ്ടോപ്പ് കൊടുത്തിട്ട് ഈ കമ്പനി അവനെ വിടുകയാണ്, നീ വീട്ടിൽ പോയി വേണ്ടത്. 25,000 റുപ്പീസ് മാസം വീതം അക്കൗണ്ടിൽ വരികയാണ്. എങ്ങനെയാ ജോലി കിട്ടിയത്? ബ്ലൈൻഡ് ആയിട്ട് അങ്ങ് പോവുകയാണ്. പോയിട്ട് കിട്ടാൻ ഒരു സാധ്യതയില്ല. അപ്പോഴാണ് ലക്ക് വരുന്നത്. അവിടെ ലക്ക് എന്താണ്? മലയാളം അറിയുന്ന ഒരാളവിടെ വേണം. അങ്ങനെ ആണ്. പറയാൻ പറ്റില്ല, നമ്മൾ പോവുക എന്നുള്ളതാണ്. ലിങ്ക്ഡിന്റെ കാര്യം നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്.